Welcome everybody. നമ്മൾ PSC LDC Kasargod 2003 ചോദ്യപേപ്പറിന്റെ ഇംഗ്ലീഷ് ഭാഗങ്ങൾ ഒന്ന് നോക്കാം. Of the four alternatives, the word nearest in meaning to remote is what? Word nearest in meaning പറയുമ്പോൾ synonym meaning ആണ് ചോദിക്കുന്നത്. നാല് ആൾട്ടർനേറ്റീവ് വെച്ച് ഏത് നിയറസ്റ്റ് അപ്പോൾ ബെസ്റ്റ് ചോയ്സ് ചൂസ് ചെയ്താൽ മതി. റിമോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ TV വെക്കാൻ ഉപയോഗിക്കുന്ന റിമോട്ട് എന്നുള്ളത് ഒരു നൗണാണ്, ഒരു സാധനം. റിമോട്ട് എന്നുള്ള വെർബ് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ TV അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ദൂരെ സോഫയിൽ ഇരുന്ന് ചെയ്യണത്, എന്ന് പറഞ്ഞാൽ ദൂരെ എന്നർത്ഥം. അപ്പോൾ കോമൺ എല്ലായിടത്തും ഉള്ളത് ഫുളിഷ്, ഒരു ബുദ്ധിമോശം. ക്ലോസ് അടുത്തുള്ളത്, ഡിസ്റ്റൻറ്റ് ദൂരെയുള്ളത്. അപ്പോൾ റിമോട്ട് എന്നുള്ളതിന് ഡിസ്റ്റൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. 71D റിമോട്ട് ഈസ് ഡിസ്റ്റൻറ്റ്. 72 One who does not believe in the existence of God is called. ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അതിനെന്താ നമ്മൾക്ക്? അഗ്നോസ്റ്റിക്, അക്കോളിസ്റ്റിക്, എത്തീസ്റ്റ്, ഈഗോയിസ്റ്റ്. ഈഗോ എന്ന് പറഞ്ഞാൽ ഇത്തീസ്റ്റ് എന്നുള്ളത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ. ATHEIST ഇത്തീസ്റ്റ്. എക്സിസ്റ്റൻസ് ഓഫ് ഗോഡിനെ വിശ്വസിക്കാത്ത ഒരാൾ എത്തീസ്റ്റ്. 72C. 73 She often dash with her husband. അവളുടെ ഹസ്ബൻഡുമായിട്ട് അവൾ എപ്പോഴും തല്ലുകൂടും എന്നാണ് സാധാരണ ഈ സെൻറ്റൻസിൽ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫോൾസ് ത്രൂ, ഫോൾസ് ഓഫ്, ഫോൾസ് ഇൻ, ഫോൾസ് ഔട്ട് എന്നുള്ളതിൽ നമ്മൾ ഫോൾസ് ഔട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വരും എന്നുള്ളതാണ് ഫോൾസ് ഔട്ട്. ഷീ ഓഫൻ ഫോൾസ് ഔട്ട് വിത്ത് ഹെർ ഹസ്ബൻഡ്. ഷീ ഓഫൻ ഫോൾസ് ഔട്ട്. 73. 74 His strength consists dash his honesty. അവൻ്റെ സ്ട്രെങ്ത് പറയുന്നത് അവൻ്റെ ഹോണസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഓഫ് ഇൻ, ഓഫ് ഇൻ ടു. അപ്പോൾ ഹിസ് സ്ട്രെങ്ത് കൺസിസ്റ്റ് ഇൻ ഹിസ് ഹോണസ്റ്റി. അവൻ്റെ ഹോണസ്റ്റിയാണ് അവൻ്റെ സ്ട്രെങ്ത്. അപ്പോൾ കൺസിസ്റ്റ് ഓഫ്, കൺസിസ്റ്റ് ഇൻ, കൺസിസ്റ്റ് OFF, കൺസിസ്റ്റ് ഇൻ ടു എന്നുള്ളത് നമ്മുടെ ഇവിടെ ഇൻ എന്നുള്ളത് ഉപയോഗിക്കും. 72 ഇൻ. അവൻ്റെ ഹോണസ്റ്റി പറയുന്നത് സത്യം മാത്രമേ പറയൂ, ട്രൂത്ത്, അഹിംസ എന്നുള്ളതാണ് ഹോണസ്റ്റിയിൽ വരുന്നത്. 75 സത്യം, അഹിംസ, സത്യം. ഹോണസ്റ്റ് എന്ന് പറയുന്നത് സത്യം മാത്രം പറയുന്ന ഒരാൾ ആണ് ഹോണസ്റ്റ്. സ്ട്രെങ്ത് കൺസിസ്റ്റ് ഇൻ ഹിസ് ഹോണസ്റ്റി. 75 ഡ്രൈഡ് ഫുഡ്. ഡ്രൈഡ് ഫുഡ്, ഹേ എക്സെട്ര ഫോർ ഹോഴ്സസ് ആൻഡ് ഫാം അനിമൽസ് ആർ കോൾഡ്. ഉണങ്ങിയ ഭക്ഷണം, ഹോഴ്സിനും ഫാർം അനിമൽസിനും കൊടുക്കണം ഉണങ്ങിയ ഭക്ഷണം. ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോൽ. അതിനെന്താ പേര്? ഈ നമ്മൾ ഈ ഉണങ്ങിയ വയ്ക്കോല്ല, അത് നെല്ലിൻ്റെ ആയാലും ഗോതമ്പിൻ്റെ ആയാലും പശുക്കൾക്ക് കൊടുക്കുന്നതോ കുതിരയ്ക്ക് കൊടുക്കുന്നതിനെ നമ്മൾ ഫോഡർ എന്ന് വിളിക്കും. FODDER ഫോഡർ ആണ് കാറ്റലിന് കൊടുക്കുന്ന ഫുഡ്. ഫ്രീക്ക് എന്നുള്ളത് അവനൊരു ഫ്രീക്കാണ് എന്ന് പറയുന്ന ഫ്രീക്ക്. ഫ്ലോറ പറയണത് പിന്നെ പ്ലാന്റ്സ് ആണ് ഫ്ലോറ. ഫൗന പറയുന്നത് അനിമൽസ്. ഫ്ലോറ ആൻഡ് ഫൗന പറഞ്ഞാൽ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. 75A dried food hay is called fodder. Fodder is the food for cattle. 76 Counting of the votes has been going on since morning. രാവിലെ മുതൽ വോട്ട് കൗണ്ട് ചെയ്യാം. But no results have been announced. ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല റിസൾട്ട്. Now, so far, finally, eventually. ഇതുവരെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ so far എന്ന് പറയും. The counting of votes has been going on since morning. രാവിലെ മുതൽ വോട്ട് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Going on, continuous ആയിട്ട്. So far, no results have been announced. ഇതുവരെ റിസൾട്ട് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല, എണ്ണിക്കഴിഞ്ഞിട്ടില്ല. Now, finally, eventually എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻസ് അല്ല. 76B, so far. 77 The opposite of humble. ഹംബിളിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഹംബിൾ പറയുന്നത് വളരെ എളിമയുള്ള ഒരാൾ. പ്രൗഡ് എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ആണ് ഹംബിൾ. 77A The opposite of humble is proud. ഓണസ്റ്റ് പറയുന്നത് സത്യം പറയുന്നത്, ബോൾഡ് പറയുന്നത് ധൈര്യമുള്ളത്, ജനറസ് പറയുന്നത് ദയാളുവായിട്ട് എല്ലാവർക്കും വാരി വേണമെങ്കിൽ തരുന്നത്. Opposite of humble is proud. 78 They moved to a bigger house. അവരൊരു വലിയ വീട്ടിലേക്ക് മാറി. They might live more comfortably. അവർ കുറച്ചുകൂടി സൗകര്യത്തിൽ ജീവിക്കും. അപ്പോൾ 78 നമ്മൾ എന്താ പറയുക? ഇൻ കേസ് എന്ന് പറഞ്ഞാൽ, ഇൻ കേസ് പറഞ്ഞാൽ മാറിയാൽ, സോ ദാറ്റ് എന്നുള്ളത് കൊണ്ട്, ആസ് ഇഫ് എന്നുള്ളത് പോലെ, ആസ് ലോങ് ആസ് അതുള്ളത്തോളം കാലം. അപ്പോൾ 78 നമ്മൾ വേണ്ടത് സോ ദാറ്റ്. ദേ മൂവ്ഡ് ടു എ ബിഗർ ഹൗസ്. അവർ ഒരു വലിയ വീട്ടിലേക്ക് വാങ്ങി. സോ ദാറ്റ് അതുകൊണ്ട് ദേ മൈറ്റ് ലിവ് മോർ കംഫർട്ടബിളി. മോർ കംഫർട്ടബിളി ആയിട്ട് ലിവ് ചെയ്യാൻ വേണ്ടി ബിഗർ ഹൗസിലേക്ക് മൂവ് ചെയ്തു എന്നാണ് നമ്മളിതിനെ പറയേണ്ടത്. അപ്പോൾ ദേ മൂവ്ഡ് ടു എ ബിഗർ ഹൗസ് സോ ദാറ്റ് ദേ മൈറ്റ് ലിവ് മോർ കംഫർട്ടബിളി. ദേ പർച്ചേസ്ഡ് ട്യൂബ് ലൈറ്റ് സോ ദാറ്റ് ഹി ക്യാൻ റീഡ് മോർ ഈസിലി. ദേ മൂവ് ടു എ ബിഗർ ഹൗസ് സോ ദാറ്റ് ദേ മൈറ്റ് live more comfortably. So that അതുകൊണ്ട് എന്തിനു വേണ്ടി എന്നുള്ളതാണ് അത്. 78B. 79 The summary or outline of a book, play, etc. is known as ഒരു കഥയോ ബുക്ക്. പ്ലേ
പുസ്തകം അല്ലാതെ പ്ലേ എന്ന് പറയുമ്പോൾ തിയേറ്റർ, അതായത് നാടകം, അതിൻ്റെയോ സമ്മറി, അതിൻ്റെ ഔട്ട്ലൈൻ, അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? സിനോണിം പറഞ്ഞാൽ അർത്ഥം, സിൻഡ്രോം പറഞ്ഞു വെച്ചാൽ ഡൗൺസ് സിൻഡ്രോം ഒരു രോഗം പോലെയുള്ളത്, സിൻടാക്സ് പറയുന്നത് ഗ്രാമർ, സിനോപ്സിസ് പറയുന്നത് സമ്മറി. സിനോപ്സിസ് ഓഫ് എ ബുക്ക്, സിനോപ്സിസ് ഓഫ് എ പ്ലേ, അതാണ് സമ്മറി. 79D സിനോപ്സിസ്. 80 The new manager has many changes. പുതിയ മാനേജർക്ക് നിറയെ ചേഞ്ച് ഉണ്ട് എന്ന് പറയുമോ? ഇല്ല. ഇപ്പോൾ പഴയ മാനേജർക്ക് ചേഞ്ച് ഉണ്ട് പറയും, പുതിയ മാനേജർക്ക് ചേഞ്ച് ഉണ്ട് പറയില്ല. അപ്പോൾ പുതിയ മാനേജർ ചേഞ്ച് എന്ത് ചെയ്തു? ബ്രോട്ട് അബൌട്ട് ചേഞ്ച്, ബ്രോട്ട് റൗണ്ട് ചേഞ്ച്, ബ്രോട്ട് ഇൻ ചേഞ്ച്, ബ്രോട്ട് ഓഫ് ചേഞ്ച്. അപ്പോൾ 80ൽ ബ്രോട്ട് അബൌട്ട് പറയുന്നത് നിറയെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രോട്ട് അബൌട്ട്. ദ മാനേജർ ബ്രോട്ട് അബൌട്ട് മെനി ചേഞ്ചസ്, ലീഡർ ബ്രോട്ട് അബൌട്ട് മെനി ചേഞ്ചസ്, മിനിസ്റ്റർ ബ്രോട്ട് അബൌട്ട് മെനി ചേഞ്ചസ്. മാറ്റങ്ങൾ വരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. 80A. 81 When I came in, the cat dash in my chair. ഞാൻ അകത്ത് കിടന്നപ്പോൾ പൂച്ച dash in my chair. Sleeping, is sleeping, slept, was sleeping. When I came in, ഞാൻ ഉള്ളിൽ വന്നപ്പോൾ. ഇപ്പോൾ ഞാൻ പറയാണ് പ്രസൻറ്റിൽ, പക്ഷെ സംഭവം പാസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് വാസ് സ്ലീപ്പിംഗ് എന്ന് പറയാൻ പറ്റും. കാറ്റ് ഉറങ്ങുകയായിരുന്നു in my chair. When I came in, the cat was sleeping in my chair. 81D. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്നല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈസ് സ്ലീപ്പിംഗ് അല്ല, വെൻ ഐ കെയിം മുമ്പിലത്തെ കാലം കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ ഈസ് സ്ലീപ്പിംഗ് വരില്ല, വെറും സ്ലീപ്പിങ്ങും എഴുതാൻ പറ്റില്ല. വാസ് സ്ലീപ്പിംഗ്. 81D. 82 എ പ്ലേസ് വെയർ കോയിൻസ് ആർ മെയ്ഡ് ഇസ് കോൾഡ് ഡോക്ക്. കോയിൻ ഉണ്ടാക്കുന്ന സ്ഥലം ഡോക്ക് ആണോ? ഡോക്ക് പറയുന്നത് ഹാർബർ, ഷിപ്പ് നിർത്തുന്ന സ്ഥലമാണ് ഡോക്ക്. ഡ്രേപ്പറി പറയുന്നത് ഡ്രേപ്സ് ഉണ്ടാക്കുന്ന സ്ഥലം. മിൻറ്റ് പറയുന്നതാണ് കോയിൻ ഉണ്ടാക്കുന്ന സ്ഥലം. സ്വർണ്ണത്തിൻ്റെ കോയിൻ ആകട്ടെ, നമ്മുടെ രൂപ നാണയമാവട്ടെ, കോയിൻസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് മിൻറ്റ്. മിൻറ്റ് ഇസ് എ പ്ലേസ് വെയർ കോയിൻസ് ആർ മിൻറ്റഡ്. ഗ്രാനറി പറയുന്നത് അരിയും നെല്ലും സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മുടെ ഇൻഡസ് വാലി, ഹറപ്പൻ, മൊഹൻജോദറോ സിവിലൈസേഷൻ ഉണ്ടല്ലോ, ആ ഹറപ്പൻ മൊഹൻജോദറോ സിവിലൈസേഷനിലെ ഏറ്റവും ഫേമസ് സംഭവം ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഗ്രാനറിയാണ്. അവിടെ നെല്ല് സൂക്ഷിക്കാനുള്ള വലിയൊരു കൊട്ടകയുള്ളതാണ് നമ്മൾ കുഴിച്ചപ്പോൾ കണ്ടെടുത്തത്. 82C ഗ്രാനറി അരി സൂക്ഷിക്കുന്നത്, മിൻറ്റ് നാണയം അച്ചടിക്കണത്. 82C. 83 യു ഷുഡ് ബ്രിങ് യുവർ ഹോൾ ടിക്കറ്റ് വിത്ത് യു ടു ദി എക്സാമിനേഷൻ ഹാൾ. നീ ഹാൾ ടിക്കറ്റ് എക്സാമിനേഷനിലേക്ക് കൊണ്ടുവരണം. യു വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ ഹാൾ. നീ ഹാളിലേക്ക് ഉള്ളിൽ കടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എന്ത് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആസ് എ റിസൾട്ട്, അതുകൊണ്ട് എന്നല്ല. ഇഫ് സോ അങ്ങനെയാണെങ്കിൽ എന്നല്ല. അതർവൈസ് അല്ലെങ്കിൽ. യു ഷുഡ് ബ്രിങ് യുവർ ഹോൾ ടിക്കറ്റ്, otherwise you will not be allowed. 83C you should bring your hall ticket, otherwise you will not be allowed. 83C. 84 I spoke to her. ഞാൻ അവളോട് സംസാരിച്ചു. ഇൻ ദ ടെലിഫോൺ, ടെലിഫോണിൽ. ബൈ ദ ടെലിഫോൺ, ടെലിഫോണിലൂടെ. ഓൺ ദ ടെലിഫോൺ, ടെലിഫോണിൽ. വിത്ത് ടെലിഫോൺ, ടെലിഫോൺ കൊണ്ട്. ടെലിഫോൺ കൊണ്ട് തന്നെ സംസാരിക്കണം, പക്ഷേ പിന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ ഓൺ ദ ടെലിഫോൺ. ഐ സ്പോക്ക് ടു ഹെർ ഓൺ ദ ടെലിഫോൺ. 84B I spoke to her on the telephone. 85 they went home after they dashed their work. അവർ വിട്ടുപോയി. ആഫ്റ്റർ they dashed their work, അവരുടെ പണി ചെയ്തു കഴിഞ്ഞ ശേഷം എന്ന് പറയണം. എന്ത് പറയും? ആഫ്റ്റർ they finished their work, ആഫ്റ്റർ they had finished their work, ആഫ്റ്റർ they were finished. അല്ല, അവരല്ല ഫിനിഷ് ആയത്, they would finish, ഫ്യൂച്ചറും അല്ല. ആഫ്റ്റർ they had went home, അവർ പോയി കഴിഞ്ഞു. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയണമെങ്കിൽ ആഫ്റ്റർ they had finished their work. 85B they had finished their work. 86 I dash her for a long time. I knew her, past. I know her, present. I have known, present perfect, shall know. 86ൽ C ഉപയോഗിക്കും. I have known her for a long time. എനിക്ക് അവളെ പണ്ട് അറിയുമായിരുന്നു എന്നല്ല, പണ്ട് അറിയുമ്പോൾ എപ്പോഴും എനിക്കറിയാം. I have known her for a long time. 86C. 87 I dash nothing in front of me. I am seeing, I have been seeing, I see, I shall see. 87ൽ I see nothing in front of me. എൻ്റെ കൺമുന്നേ എനിക്കൊന്നും കാണുവാനില്ല. I see nothing in front of me. എനിക്കൊന്നും കാണുന്നില്ല. 87B എൻ്റെ മുന്നേ ഒന്നുമില്ല. 87B I am seeing എന്ന് പറയില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ എനിക്ക് കാണുന്നുണ്ട് എന്നല്ല. I see nothing, ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് I see nothing, simple present. 88 Mary declared that the book was not dash. Mary declare ചെയ്തു the book was not dash. our, her, your, her. OUR എന്തായാലും വരില്ല. അവർ പറഞ്ഞാൽ നമ്മുടെ എന്നാകും. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ. നോട്ട് ഹെർ എന്ന് പറയാൻ പറ്റില്ല. ഓഫ് എന്നുള്ള മീനിങ് വരുന്ന ഒരു വാക്ക് അവിടെ എൻ്റെ കൂടെ കൂട്ടിച്ചേർത്തണം. കാരണം അവളുടേതല്ല എന്ന് പറയണം. ഓഫ് ഹെർ എന്നുള്ള മീനിങ് വരണം. യുവർ എന്ന് പറയാൻ പറ്റില്ല. ബുക്ക് വാസ് നോട്ട് യുവർ. എൻ്റെ എന്ന് മേരി പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇപ്പോൾ മേരി പറയേണ്ടത് ഹേഴ്സ് എന്ന് പറയും. HERS പറയേണ്ടത് OF HER എന്നുള്ള രണ്ട് പദങ്ങളുടെയും കൂടിയിട്ടുള്ള മീനിങ് ആണ് HERS, ഹേഴ്സ്. ദ ബുക്ക് വാസ് നോട്ട് ഹേഴ്സ്. 88D, book was not hers. 89, I wish I dash his address. ഞാൻ ആഗ്രഹിക്കണം. ഐ വിഷ് എന്ന് പറയുമ്പോൾ ഐ ന്യൂ ഹിസ് അഡ്രസ്സ് എന്ന് പറയണം. എനിക്ക് അവൻ്റെ അഡ്രസ്സ് അറിയുമായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒന്ന് ആഗ്രഹിച്ചു പോയി. ഐ ഹാവ് നോൺ, എനിക്കറിയാം, അതല്ല. ഐ നോ, എനിക്കറിയാം. ഐ ന്യൂ, പാസ്റ്റ് ആണ്. ഐ ഷാൽ, ഫ്യൂച്ചറാണ്. ന്യൂ ആണ് ഇവിടെ വരേണ്ടത്. ഐ വിഷ് ഐ ന്യൂ ഹിസ് അഡ്രസ്സ്. ഇതെങ്ങനെയാണ് പറയുക? ഇഫ് ഐ ന്യൂ ഹിസ് അഡ്രസ് ഐ വുഡ് ഹവ് ഗോൺ there. If I knew his telephone number, I would have called him. If I knew his address, I would have written to him. I wish I knew his address. എനിക്ക് അവൻ്റെ അഡ്രസ്സ് അറിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഐ വിഷ് ഐ ന്യൂ ഹിസ് അഡ്രസ്. 89C. 90. By the end of the next month, അടുത്ത മാസത്തിൻ്റെ ഒടുവിൽ, we dash here for 7 years. ഞങ്ങളിവിടെ 7 കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ടാവും? പൂർത്തിയാക്കിയിട്ടുണ്ടാവും എന്ന് പറയണം. We will have lived, we will be living, കണ്ടിന്യൂസ് അല്ല. We would have lived, ഫ്യൂച്ചറും പാസ്റ്റും കൂടി ആകുമ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതാണ്, അതല്ല will live. അപ്പോൾ 90ൽ നമ്മൾ A ഉപയോഗിക്കണം. We will have lived here for 7 years. അടുത്ത മാസം എന്നൊന്നുണ്ടായി, അതിൻ്റെ എൻഡ് ഉണ്ടാവണം. ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഫ്യൂച്ചറാണ്. അപ്പോൾ ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ടാവും എത്ര ദിവസം? 7 കൊല്ലം. വി വിൽ ഹാവ് ലിവ്ഡ്, വിൽ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ്. ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് വി വിൽ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. വി വിൽ ബി ലിവിങ് ഹിയർ ഫോർ 10 years എന്നുള്ളത് പ്രസന്റ് ആണ്. എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറാണ്, അതുകൊണ്ട് സി ഉപയോഗിക്കാൻ പറ്റില്ല. വി വുഡ് ഹാവ് ലിവ്ഡ്, ബി ഉപയോഗിക്കാൻ പറ്റില്ല, അതും പാസ്റ്റ് ആണ്. വി വിൽ ലിവ്, പ്രസന്റ്, അത് ഉപയോഗിക്കാൻ പറ്റില്ല, ഫ്യൂച്ചർ ഉപയോഗിക്കണം. അപ്പോൾ വി വിൽ ഹാവ് ലിവ്ഡ്. 90A, വി വിൽ ഹാവ് ലിവ്ഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് PDC LDC കാസർഗോഡ് 2003 ഇംഗ്ലീഷ് ചോദ്യ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡു കീപ് കമ്മിങ് ബാക്ക് ഫോർ more such sessions. Thank you.